ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ മിനി വ്ളോഗിൻ്റെ ഫൈനൽ പാർട്ടാണ് ഗൈസ്. ഇതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ ഓൾറെഡി നേരത്തെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നമ്മൾ റെഡിയായി സെറ്റായിരുന്നപ്പോൾ തന്നെ നമ്മൾ ഫോൺ എടുത്ത് നോക്കിയപ്പോഴത്തേന് നമ്മുടെ വീഡിയോന് 1.8K സംതിങ് വ്യൂവേഴ്സ് ഉണ്ട് ഗൈസ്. ഒരുപാട് സന്തോഷം. അതിനുശേഷം നമ്മൾ വെറുതെ ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് സ്ഥലം എക്സ്പ്ലോർ ചെയ്യേണ്ട, അവിടെ ചെന്നിട്ട് ഇപ്പോൾ ഒന്നും ചെയ്തില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ നമ്മളിങ്ങനെ കണ്ടാൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ അവിടുത്തെ കോഴികളെയൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടേക്കുന്നത് കണ്ടു ഗൈസ്. എന്താ പറയണ്ട, ഒരു നമ്മളെങ്ങും കാണാത്ത പുതിയ കാഴ്ച. അതിനുശേഷം നമ്മൾ ഉച്ചയായപ്പം ഫുഡ് കഴിക്കാൻ കയറി. നമ്മൾ കഴിക്കാൻ കയറിയ ഹോട്ടലാണ് ഗൈസ് ഇത്. അവിടെ നമ്മൾ കഴിച്ചത് ഒരു ദം ബിരിയാണി, നല്ല എരിവൊക്കെ ഉള്ള നല്ല സ്പൈസി ആയിട്ടുള്ള ഹോട്ടായിട്ടുള്ളൊരു ബിരിയാണിയാണ് ഗൈസ് നമ്മൾ കഴിച്ചത്. അവിടുത്തെ നമുക്ക് ഫുഡൊക്കെ അവിടെ ഇങ്ങനെ സെർവ് ചെയ്ത് തരുക, നമ്മൾ പാത്രത്തിൽ ഇങ്ങനെ ഇട്ട് തരും ഗൈസ്. നമ്മൾ ഇങ്ങനെ എല്ലാം ചെയ്തൊക്കെ തരും നമുക്ക്. അതെല്ലാം കഴിച്ച് അടിപൊളി, അത്യാവശ്യം നല്ല ഫുഡായിരുന്നു, നമുക്ക് ഇഷ്ടപ്പെട്ടു. അവിടെ ചെന്ന് കഴിച്ചതിൽ അത്യാവശ്യം കൊള്ളായിരുന്നു. അതിനുശേഷം നമുക്ക് കൈ കഴുകാൻ അവർ വെള്ളം തന്നു, നാരങ്ങ ഇട്ടിട്ടാണ് തന്നത് ഗൈസ്. അപ്പം ഞങ്ങൾക്ക് അന്നാണ് ഗൈസ് ഒരു അറിവ് കിട്ടുന്നത്. നാരങ്ങ ഇട്ട വെള്ളത്തിൽ ചൂട് വെള്ളത്തിൽ കൈ കഴുകിയ നമ്മുടെ കയ്യിലുള്ള എണ്ണമയും കാര്യങ്ങളൊക്കെ പോകുമല്ലോ. അതറിഞ്ഞു ഗൈസ്. അങ്ങനെ ഒരു അറിവ് നമുക്ക് അവിടെ നിന്ന് കിട്ടി. അതിനുശേഷം എൻ്റെ കുറച്ച് പ്രശ്നങ്ങളായിരുന്നു കണ്ടത്. അതിനുശേഷം നമ്മൾ റൂമൊക്കെ പൂട്ടി നമ്മൾ ഇറങ്ങി. നമ്മൾ രാത്രിത്തെ ഫുഡ് കഴിക്കാൻ നമ്മൾ വേറൊരു ഹോട്ടലിൽ വന്നു. അത് ഇതുപോലെ ട്രെയിനിൻ്റെ പോലത്തെ ഒരു ഹോട്ടലാണ് കേസ്. എന്ത് കയറിയിരിക്കുക, നമ്മൾ ട്രെയിനിൻ്റെ വൈബ് പോലെ ഫീൽ ചെയ്യും. നല്ല രസമുണ്ടായിരുന്നു അവിടെ നമ്മൾ ആദ്യം കഴിച്ചത് ഒണിയൻ ദോശയായിരുന്നു. അത് നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടപ്പായിട്ട് കഴിച്ചതാണ്. അത്യാവശ്യം കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ചട്നി അത്ര സുഖമില്ലായിരുന്നു. അതിനുശേഷം നമ്മൾ കഴിച്ചതൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനോ അങ്ങനെ എന്തോ ഒരു സംഭവമായിരുന്നു തോന്നുന്നു. എനിക്ക് കറക്റ്റ് അത് അറിയത്തില്ല ഗൈസ്. അപ്പം ആ സംഭവം കഴിച്ചു. അപ്പോൾ നമ്മൾ കഴിക്കുന്ന എല്ലാവരും കണ്ടല്ലോ, എല്ലാവരും കഴിപ്പ് കാണുമ്പോൾ ഗൈസ് അത്യാവശ്യം നല്ല ഫുഡായിരുന്നു. അതുകൊണ്ട് അതിനുശേഷം നമ്മൾ ട്രെയിൻ ഒരുപാട് ലേറ്റായപ്പോൾ നമ്മൾ ഏഞ്ചലിൻ്റെ ഉടുപ്പിലൊരു സാധനം ഉണ്ടായിരുന്നു. നമുക്ക് അതിനെ ഒന്ന് ഭംഗിപ്പെടുത്തി എടുക്കുന്ന പിന്നെ സെറ്റാക്കി ഗൈസ്. അതിനുശേഷം നമ്മൾ കുറേ നേരം പിന്നെ ബോറടിച്ചപ്പോൾ നമ്മുടെ ഒരു കളർ ബുക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പം ഞാനും അലോനി എന്ന് പറയുന്ന സാധനം കൂടെ ഞാൻ അടിച്ചുകൊണ്ടിരുന്ന എൻ്റെ കീഴിൽ കൂടെ അവൾ കയറി അടിച്ചു ഗൈസ്. എന്നെ ശല്യപ്പെടുത്താനായിട്ട് എന്നെ ഇത്രയും സമയം വരെ നമ്മളിടുന്നു. എന്തായാലും 11 മണിക്കെങ്ങാണ്ട് വന്ന ട്രെയിൻ നമുക്ക് 1 മണിയോളം ആയപ്പോഴാണ് വന്നത്. അപ്പം ട്രെയിൻ എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ വീട്ടിലേക്ക് പോകാൻ നമ്മൾ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ട്രെയിനിൽ കയറി നമ്മൾ AC-യിലാണ് ഗൈസ് കയറിയത്. അത് വല്ലാത്തൊരു അബദ്ധമായി. അപ്പറിലും കൂടെ ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര AC ആയിരുന്നു ഗൈസ്. ഞാനൊരു 4, 3, 5 ബെഡ്ഷീറ്റിലാണ്ട് കിടന്നു തുടങ്ങിയത്. എനിക്ക് പോലും ഓർമ്മയില്ല, അത്രയ്ക്ക് തണുപ്പായിരുന്നു ഗൈസ്. എന്ത് ചെയ്യാനാണ്, ഇതുവരെ ഇങ്ങനൊരു AC നമ്മൾ കയറിയിട്ടില്ല. താഴെ പിന്നെ എല്ലാവരും ഉണ്ട്. അവളുമാർക്കൊന്നും അത്ര ACയും കാര്യങ്ങളും ഒന്നും ഇല്ല. നമ്മൾ ആ AC-യിലേക്ക് കിടന്നു. അതിനുശേഷം പിന്നെ ഏഞ്ചലിൻ്റെ പ്രഹസനപരമായ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടല്ലോ, എന്തൊക്കെയോ പറയുന്നുണ്ടോ അതൊക്കെ പോലും അറിയത്തില്ല. അതിനുശേഷം എൻ്റെ ചില ക്യൂട്ട് വീഡിയോകളൊക്കെ എടുത്ത് തന്നു. ഞാൻ പോലും അറിഞ്ഞില്ലെന്നൊക്കെ ഞാൻ പറയുന്നു, പക്ഷെ ഞാൻ അറിഞ്ഞിട്ടുണ്ട് ഗൈസ്. അതുപോലെയുള്ള വീഡിയോസും കാര്യങ്ങളാണ്. പിന്നെ ഇട്ട ബെഡ്ഷീറ്റിൻ്റെ എണ്ണമാണ് ഗൈസ് നിങ്ങളെ കാണിച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ, ടാറ്റാ.